ഉസ്താദ് പറഞ്ഞതുപോലെ പഠിക്കാൻ വലിയൊരു ഭാഗ്യമുണ്ട്. മുമ്പ് നാം അത് പഠിക്കുന്നവരായിരുന്നില്ല. നാം എന്തോ വിചാരിച്ചിരുന്നു. അൽഹംദുലില്ലാഹ്, അതിൽ ഞാൻ ആദ്യമായിട്ട് എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് നച്ചപ്പെട്ടിലെ മഹാൻ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ കാമിൽ സഖാഫി തോക്കിക്കും ഹുസൈൻ സാൻഡി കേസറുകൾക്കും എല്ലാവിധ നന്ദി അറിയിക്കുന്നു. അവരെ കാരണം കൊണ്ടാണ് നാം ഇതൊന്ന് പഠിക്കാൻ, എന്റെ ഉസ്താദൊക്കെ പഠിക്കാൻ കാരണമായത്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഞാൻ നേതാക്കളോട് പറയുന്നു, ഒരു കാലത്ത് ഇൻഷാ അല്ലാഹ് അവരും വരും. പക്ഷെ അവരത്ര പെട്ടെന്ന് എടുക്കാൻ പാടില്ല, അവർ വലിയ ഡേഞ്ചറാണ്. അവരതിൽ ഉണ്ടെങ്കിൽ കുറെ ആളുകൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പുണ്യ സമസ്തയിലേക്ക് കടന്നു വരും. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവരും ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് കോട്ടക്കാർ ഉസ്താദും അദ്ദേഹത്തിന്റെ ഒരുപാട് ശിഷ്യന്മാരും സൈൻ സഖാഫിയും അതുപോലത്തെ ധാരാളം ശിഷ്യന്മാർ സഖാഫികൾ എന്തുകൊണ്ട് പുണ്യ സമസ്തയിലേക്ക് കടന്നു വന്നത് എന്ന് എല്ലാവരും ചോദിക്കുകയാണ്. ഒരുപാട് ആളുകൾ ചോദിക്കുകയാണ്. അതിനിടയിൽ രസം, എനിക്ക് കർണാടകയിലെ വലിയ വലിയ SSFന്റെ നേതാക്കൾ ഫോൺ വിളിച്ചു. ഞാൻ ഒരാളെ രാത്രി അരമണിക്കൂർ സംസാരിച്ചു. വലിയ നേതാവാണ്, ഞാൻ പേര് പറയുന്നത്. അയാൾ പറഞ്ഞത്, അൽഹംദുലില്ലാഹ്, നിങ്ങൾ എടുത്ത സമസ്തക്ക് പോയ തീരുമാനം നല്ല തീരുമാനമാണ്. SSFന് നിങ്ങളെ പോലത്തെ ആളുകൾ പാഠം പഠിപ്പിക്കണം എന്ന് SSFന്റെ വലിയൊരു നേതാവ് എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു. നിങ്ങളെ ഉസ്താദ് നല്ല ഹിമ്മത്തിന്റെ ആളാണ്, കാരണം SSF അത്രയും മോശമായിട്ടുണ്ട് എന്ന് അദ്ദേഹം എന്നെ അഭിനന്ദിച്ചു. അങ്ങനെ എത്ര പേരാണ്. ഞാൻ സത്യമാണ് പറയുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തുകൊണ്ടാണ് ഞങ്ങൾ പുണ്യ സമസ്തയിലേക്ക് കടന്നു വന്നത്? 3 കാരണങ്ങളെ കൊണ്ടാണ്. ഒന്നാമത്തത്, ആ പുണ്യ സമസ്തന്റെ ആളുകളുടെ സ്വഭാവമാണ്. എന്തൊരു സ്വഭാവമാണ്, ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു. ഞാൻ SSFന് വേണ്ടി ഉള്ളാളത്തിൽ 5 വർഷം ആ ഉള്ളാളത്തിന്റെ ദർഗ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൽ പ്രസിഡന്റായി പ്രവർത്തിച്ചവനാണ്. പക്ഷേ അവിടെ ഇതുവരെയും സ്വഭാവം ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാക്കുന്നതും ഫസാദ് ഉണ്ടാക്കുന്നതും മഹാന്മാരെ പറയുന്നതും ശംസുൽ ഉലമാ അതുപോലത്തെ പണ്ഡിതന്മാരെ നിസ്സാരമായി കാണുന്നതും എത്രത്തോളം ഈ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഞങ്ങള് കുറെ സമയമായി പുണ്യ സമസ്തയെ പഠിക്കാൻ കഴിഞ്ഞു. അവരൊരു സ്വഭാവം, ദാരിമി ഉസ്താദന്മാരുടെ ഒരു സ്വഭാവം നിങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ആ EK സമസ്തയിലുള്ള, ഞാനിത് വെറുതെ മത് പറയുന്നതല്ല, വലിയ വലിയ ആളുകളുടെ സ്വഭാവം ചെറിയ ആളുകളെ പോലത്തെ സ്വഭാവം. അതേസമയത്ത് SSFന്റെ ഒരു മെമ്പറായാൽ പിന്നെ അഹങ്കാരത്തിലേക്ക് അതിരില്ല. പിന്നെ ഒരു പ്രസിഡന്റ് ആയാലും പിന്നെ കേൾക്കണ്ട. എല്ലാവരും സ്വഭാവം ഇങ്ങനെ, ചില ആളുകൾ മാത്രം ഒഴികെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങൾ ഈ പുണ്യ സമസ്തയിലേക്ക് മാറി വന്നു എന്ന് കേട്ടപ്പോൾ ചിലര് പറഞ്ഞ ആരോപണങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ ഖാറൂൻ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞു, എന്തെല്ലാം പറഞ്ഞു, എത്രത്തോളം ലഅനത്ത് പറഞ്ഞു, എന്റെ സൈൻ സഖാഫിന്റെ നാവ് ചത്തുപോകും എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അതിന് അവർ ഇത്രയും പറയുകയാണെങ്കിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ലാ യംബഗി ലിസിദ്ദീഖിൻ അൻ യകൂന ലആനാ, സത്യസന്ധനായ മനുഷ്യനിക്ക് ലഅനത്തിടാൻ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ ഉസ്താദിന്റെ റൂമിലേക്ക് കുറെ ദാരിമികൾ വന്നു. അഭിവന്യരായ ഞാൻ ഹിഫ്ള് പഠിക്കാൻ കാരണക്കാരനായ അഭിവന്യരായ ഹുസൈൻ ദാരിമി ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ, SP ദാരിമി ഉസ്താദ്, കുക്കില ദാരിമി ഉസ്താദ്, കാസിം ദാരിമി ഉസ്താദ്, ഉമർ ദാരിമി ഉസ്താദ്, അതുപോലെ മുസ്തഫ ഫൈസി, അതുപോലെ മജീദ് ഹാജി, അങ്ങനത്തെ ആളുകൾ റൂമിലേക്ക് വന്നിട്ട് എന്റെ ഉസ്താദിനോട് പറഞ്ഞത്, ഉസ്താദേ, നിങ്ങൾ ഹക്ക് പറയുക, ആരെയും ഉസ്താദ് പറയുന്നത് വേണ്ട. ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ് സമസ്തക്കുള്ളത്. പക്ഷേ AP-ക്കാർ നമ്മെ പഠിപ്പിച്ചത് EK-ക്കാർ എന്ന് പറഞ്ഞാൽ തെരി പറയുന്നവരാണ്. എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല. EK സമസ്തക്കാർ അവർ ശംസുൽ ഉലമാന്റെ സ്വഭാവമുള്ളവരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജത സ്വാഇമിൽ ഖായിം. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ സ്വഭാവത്തിനാൽ രാത്രി നിസ്കരിച്ചവന്റെയും പകൽ നോമനുഷ്ഠിച്ചവന്റെയും പ്രതിഫലം അവനിക്ക് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇവരുടെ അക്രമങ്ങൾ, ഇവരുടെ ഗുണ്ടായിസങ്ങൾ. നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, നമ്മുടെ ഒരു ദർസിന് പോയ ഒരു സഖാഫി പഠിക്കാൻ വേണ്ടി പോയ വിദ്യാർത്ഥിയെ അവിടുത്തെ ഉസ്താദന്മാർ, ഞാനും ആ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ആ ഉസ്താദ്, ആ അടിച്ച ഉസ്താദ് അന്ന് എനിക്ക് ഉസ്താദായി കണ്ടായിട്ടില്ല. അത് ഞാൻ തുറന്ന് പറയുന്നു. മുഖ്താർ നസ്രത്ത് എന്നൊരു ഉസ്താദ്
റൗഡികളെ പോലെ നമ്മുടെ വിദ്യാർത്ഥിയെ മതിലേക്ക് അടിച്ചു തല്ലി അവസാനം പുറത്താക്കി. പിന്നെ രണ്ടാമത് മുതഅല്ലിമീങ്ങളെ അയച്ചു അക്രമങ്ങൾ കാട്ടിയത്. ഞാൻ ചോദിക്കുന്നു, ഇവർക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ പേടിയില്ല? ഇവർ എന്ത് സുന്നിയാണ്? വെറുതെ പറയുന്നത് മാത്രമാണ്. ഇങ്ങനെയെല്ലാം നാം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, SSF-ൽ നിങ്ങളാരെ മക്കളെ ചേർക്കാൻ പാടില്ല. അതിൽ ഞങ്ങൾ അനുഭവിച്ചവരാണ്. അങ്ങനെ നിങ്ങൾ മക്കളെ ചേർത്തിയാൽ അവരെ സ്വഭാവം സമാധാനമാകും. അതുകൊണ്ടാണ് ഇന്നതാ കർണാടകയിൽ ഒരുപാട് SSF-ന്റെ പ്രവർത്തകന്മാർ നമ്മൾ പുണ്യ സമസ്യയിലേക്ക് വരാനുണ്ട്. നമ്മുടെ ചില പ്രശ്നങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് അങ്ങനെ വരും എന്ന് എത്രയാളെ എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു സ്വഭാവം കണ്ടുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ. ഞാൻ മർക്കസിൽ പഠിച്ചു 2 വർഷം. അങ്ങനെ ഞങ്ങൾ പുണ്യ സമസ്യയിലേക്ക് വന്ന വിഷയം അറിഞ്ഞപ്പോ എന്റെ ഉസ്താദ് സൈദിയിൽ വന്നു പറഞ്ഞു, അയാൾ തിന്ന ഭക്ഷണം ഹറാമ്, അയാൾ കുടിച്ച പാനീയം ഹറാമ്, അയാൾ കൊണ്ട് ഫാൻ ഹറാമ്, അയാൾ മുനാഫിഖാണ്, മുർത്തദാണ് എന്ന് ആളുകൾ അയാളെ കൊണ്ട് പറയിപ്പിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ചെറുപ്പായത്തിൽ ഹിഫ്ള് പഠിച്ചത് EK സ്ഥാപനമായ KIC, ബഹുമാനപ്പെട്ട ഹുസൈൻ ദാരി ഉസ്താദ് നേതൃത്വം നൽകുന്ന KIC-യിലാണ് ഞാൻ ഹിഫ്ള് പഠിച്ചത്. എന്നിട്ട് അപ്പോഴേ ചെറുതാണ്, അപ്പോഴേ പാർട്ടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ മർക്കസിലേക്ക് പോയപ്പോ ഒരിക്കലും ഹുസൈൻ ദാരി ഉസ്താദ് സ്റ്റേജിൽ കയറിയിട്ട് അയാളെ കേസില് അയാൾ കൊണ്ട ഭക്ഷണം അതുപോലെ ഫാന് ഹറാമും ഒരിക്കലും സമസ്തന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ നിങ്ങൾ നോക്കൂ, ഞങ്ങൾ ഇപ്പൊ തെറ്റിലേക്ക് പോയാ അതേ അവസരത്തിൽ ഞാൻ ചോദിക്കുന്നു, കുറെ ആള് പറഞ്ഞു സെയ്ൻ സഖാഫി സനദിനെ തിരിച്ചു കൊടുക്കണം. ഞാൻ ചോദിച്ചു, അല്ല, ഞാൻ മർക്കസിൽ പഠിപ്പിച്ചതാണ് റസൂലുള്ളാഹിക്ക് നിയലില്ല. അതേ അവസരത്തിൽ പേരുള്ള സഖാഫി പറയുന്നുണ്ടല്ലേ റസൂലുള്ളാഹിക്ക് നിയലുണ്ട്. അപ്പൊ അയാളല്ല ആശയത്തിൽ തെറ്റിയാള്, അയാൾ ആദ്യം സനദ് കൊടുക്കട്ടെ, അയാളെ ബാക്കിൽ നിന്ന് ഞാനും പോയിട്ട് കൊടുത്താൽ അതോടൊപ്പം അയാൾ ആ ഫാന്റെ ബില്ല് കൊടുക്കട്ടെ. ഞാൻ ചോദിച്ചു, അല്ല മർക്കസിന്റെ ബില്ല് കൊടുത്താൽ അത് ഹോട്ടലാവൂല, എങ്ങനെ അത്ര വലിയ സാധനത്തിന് ഒരു ഹോട്ടൽ പോലെയാക്കുന്നത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറയുന്നു, മർക്കസിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചത് മൻഖൂസ് മൗലൂദ് ഓതാനാണെങ്കിൽ അവിടെ അതാ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിയൽ ഇല്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിയലുണ്ട് എന്ന് വാദിക്കുന്ന കുറെ സഖാഫികളുണ്ട്. അവരെ ആദ്യമായിട്ട് സനദ് തിരിച്ചു കൊടുക്കട്ടെ, അവർക്ക് നിങ്ങളുടെ സംഘടന തീരുമാനമെടുക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ ഒരു സംഘടനയുടെ അവസ്ഥ. ശംസുലമനെ, ഞാൻ എന്താണ് പേര് സഖാഫിന്റെ പേര് പറഞ്ഞത് എന്തിനറിയോ? ഞാൻ ഈ അടുത്തൊരു പ്രസംഗം കേട്ടു. അതില് പേരുള്ള ഉസ്താദ് EK ഉസ്താദിനെ EK എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന എന്റെ മൊബൈൽ ഇപ്പോഴും ഉണ്ട്. ആലോചിച്ചു നോക്കൂ, EK ഉസ്താദ് ആരാണ്? സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരിയുടെ അജ്മീർ മൗലൂദ് ഷരീഫ് ഉണ്ടാക്കിയ ശംസുൽ ഉലമ. അതിന്റെ അവസാന ഭാഗത്തിൽ പറയുന്നുണ്ട്, ഷെയ്ഖ് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി വഫാത്തായത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം തന്റെ ജീവിതമാക്കിയ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും തന്റെ ജീവിതമാക്കിയ സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജ വഫാത്തിലും റസൂലുള്ളാഹിയെ തുടർന്നു. എപ്പോഴാ വഫാത്തായത്? തിങ്കളാഴ്ച രാവിലെയാണ്, തിങ്കളാഴ്ച സുബഹിക്കാണ്. അതുപോലെ റസൂലുള്ളാഹിന്റെ ജീവിതം തന്റെ ജീവിതമാക്കിയ ശംസുൽ ഉലമ വഫാത്തായതും അതേ തിങ്കളാഴ്ച രാവിലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കൊണ്ടുവന്നപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടായി. എന്നാൽ ഈ പ്രസ്ഥാനക്കാർ APക്കാർ ഒരിക്കലും അങ്ങനെയല്ല. അവർക്ക് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ അടി തെറ്റിട്ടുണ്ട്, ഇപ്പൊ ആകെ അങ്കലാപ്പിലാണ്. നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന CM ഒലിയുള്ളാഹിനെ കുറിച്ച് എന്തെല്ലാം മോശമായി പറഞ്ഞത് ആരാണ് ഇവിടെ? ശംസുൽ ഉലമയെ വേദനിപ്പിച്ചത് ആരാണ് ഇവിടെ? പറയൂ. അതുപോലെ തന്നെ കന്യത്ത് ഉസ്താദ് അവരുകളെ ഇവിടെ വേദനിപ്പിച്ചത് ആരാണ്? പറയൂ. നമുക്ക് ചോദിക്കാനുണ്ട്. ഞങ്ങളെ പേരുടെ കള്ളത്തൊരീക്കൽ അല്ല, ത്വരീക്കത്ത് എന്നത് ഹക്കാണ്. കള്ളത്തൊരീക്കത്തെ നിർബന്ധമായിട്ട് എതിർക്കണം. അത് ശംസുൽ ഉലമ പഠിപ്പിച്ചതാണ്, നിങ്ങളെ പഠിപ്പിച്ചതൊന്നുമല്ല. എന്നാൽ കള്ളതരീക്കത സത്യതരീക്കത് എനിക്ക് കിട്ടൂല. ഞാൻ SSF-ന്റെ പ്രസിഡന്റ് ഈ അടുത്ത് വരെ ഉണ്ടായിരുന്നു. SSF-ന്റെ ആളുകൾക്ക് നല്ല ഔലിയായിട്ട് ഒരിക്കലും കിട്ടൂല. കാരണം അതിന്റെ ഉള്ളിൽ അങ്ങനെയാണ്. അത്രത്തോളം മോശമായ ആ സംഘടന. എനിക്ക് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാനുള്ളത് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാനുള്ളത് SSF എന്ന സംഘടന ഇവിടെ നടത്തുന്നത് അവർ താജുൽ ഉലമ കുറെ പാർട്ടി ഒന്നുപോലെ. ഞാൻ പറയുന്നവർ
അവർ ഇഖ്ലാസിന്റെ ഫാത്തിഹ ഓതുന്നത്. എന്നാൽ ശംസുൽ ഉലമക്ക് സമസ്തന്റെ പ്രവർത്തകന്മാർ, സമസ്തയുടെ ദാരിമീങ്ങൾ അവർ ഓതുന്ന ഫാത്തിഹ ഇഖ്ലാസിന്റെ ഫാത്തിഹയാണെങ്കിൽ എപിക്കാർ എസ്എസ്എഫിന്റെ ആളുകൾ താജുൽ ഉലമക്ക് ഓതുന്ന ഫാത്തിഹ ഇഖ്ലാസിന്റെ ഫാത്തിഹയല്ല, അത് പ്രവർത്തകരുടെ ഫാത്തിഹയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ ആരും പെട്ടുപോകരുത്. ആ സംഘടനയുടെ അവസാനം എത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഇൻഷാ അല്ലാഹ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര നല്ല ആളുകൾ അതിൽ നിന്നിട്ട് മനസ്സുകൊണ്ട് തിരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഉസ്താദിന്റെ ശിഷ്യന്മാർ എല്ലാവരും അതിൽ നിന്നിട്ട് അതാ മനസ്സുകൊണ്ട് പിരിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കടന്നു വന്നുകൊണ്ട് ഇവിടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കാൻ ഞങ്ങൾ റെഡിയാണ്. കാരണം നമുക്ക് സ്വഭാവത്തിൽ ജീവിക്കണം. ആ സ്വഭാവം വേണമെങ്കിൽ അത് പുണ്യസമസ്തയ്ക്ക് സാധിക്കുന്നു എന്ന് നമുക്ക് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അറിഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം ശാഫി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, വഹിബ്ബു മകാരിമൽ അഖ്ലാഖി ജുഹദി വഅക്റു അൻ ഉഈബ വഅൻ ആബ വഅൻ ഉആബ. എന്താണ് ശാഫി ഇമാം പറഞ്ഞത്? ഞാൻ കഴിവിന്റെ പരമാവധി നല്ല സ്വഭാവത്തെ ഇഷ്ടപ്പെടുന്നു, അപമാനിക്കുന്നതും അപമാനിക്കപ്പെടുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ആരാണ് ഇവിടെ ജനങ്ങളെ കളിയാക്കുന്നത്? നേരത്തെ അബ്ദുൽ സമദ് ഫുക്കോട്ടർ ഉസ്താദ് പറഞ്ഞതുപോലെ നമുക്കൊക്കെ സമസ്തർ എന്തോ വിചാരിച്ചിരുന്ന എന്തെല്ലാം കളിയാക്കുന്ന ഒരു കൂട്ടരാണ്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഇപ്പൊ യൂട്യൂബില് ശംസുൽ ഉലമയുടെ കുറെ പ്രസംഗങ്ങളുണ്ട്. നിങ്ങൾ എല്ലാവരും കേൾക്കണം ആ പ്രസംഗം. എന്തെന്ത് വിഷയങ്ങളാണ്! ഇൽമിന്റെ ബഹറുകൾ, സൗഹാർദ്ദത്തിന്റെ വാക്കുകൾ, സ്നേഹത്തിന്റെ വാക്കുകൾ, ആദർശ കേരളം, ആദർശ വിശുദ്ധി ഇവിടെ ഉണ്ടാവണം എന്ന നിലക്കുള്ള മഹാനായ ശംസുൽ ഉലമയുടെ പ്രഭാഷണങ്ങൾ അത് അത്ഭുതമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ശംസുൽ ഉലമയെ സ്നേഹിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കൂ, മലബാർ പ്രദേശത്തിന്റെ ഇസ്ലാമിക ആവേശം അത് വെറുതെയല്ല, അത് വെറുതെയല്ല. നിങ്ങളൊന്ന് നോക്കൂ, നമുക്കെല്ലാം മദ്രസന്റെ സെറ്റിംഗ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്ത സ്ഥാപിച്ചത് 1 മണിക്കൂർ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ട് ആത്മാർത്ഥതയുള്ള നീയത്തുള്ള ഇഖ്ലാസുള്ള പ്രവർത്തനം കൊണ്ടാണ് സമസ്ത തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ മലബാർ പ്രദേശങ്ങൾ, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ എല്ലായിടത്തും ഇൽമു നിറഞ്ഞു. എന്നാൽ ബിജാപുര ഭാഗത്ത് നിങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടി എസ്എസ്എഫിനെ അങ്ങോട്ട് അയക്കണം, ബിജാപുരയിലേക്ക്. അവിടെ ദീൻ ആവശ്യമാണ്. ഇവിടെ സുന്നത്ത് ജമാഅത്ത് വളർച്ചിട്ടുണ്ട്. നിങ്ങൾ വന്നാലാണ് ബെടക്കാവുന്നത്. കാരണം ഇവർക്ക് പൈസ മാത്രം. ഞാൻ 5 വർഷം എസ്എസ്എഫിന്റെ പ്രസിഡന്റ് ആയിട്ട് പിരിവോട് പിരിവ്. അവസാനം ഇപ്പൊ നോക്കും, ഞാൻ ന്യൂസ് കിട്ടി സേസപ്പയിൽ നിന്നിട്ട് 500 രൂപ പിരിവെടുത്തിട്ടുണ്ട്. പക്ഷെ തമ്പുരാണ് ആ സേസപ്പൊക്കെ ഇതാത് നൽകട്ടെ. ഞാൻ വെറുതെ പറയുന്നത് ഹക്കാലി പറഞ്ഞത് പിരിവെടുക്കുന്ന പെണ്ണുങ്ങളെ എല്ലാ പൊന്നും തീർന്നു. ഇപ്പൊ സേസപ്പന്റെ അടുത്തൊക്കെ പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവര് പൈസ ഉണ്ടാക്കുന്ന അവസ്ഥ. ഐക്യത്തിന്റെ വിഷയം കേട്ടാൽ അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഫസ്റ്റായിട്ട് സ്വാഗതം ചെയ്തു. ഐക്യം ഉണ്ടാകുന്ന വിഷയം കിട്ടിയപ്പോ ഞാൻ ഉസ്താദ് പറഞ്ഞു, ഫസ്റ്റ് വന്നത് ഞങ്ങളാണ് ഐക്യത്തിന്. ഐക്യത്തിന് ഒരു പണിയൊന്നുമില്ല, നിങ്ങൾ പിരിച്ചുവിട ഇങ്ങോട്ട് വരാം. വന്നാൽ അതെല്ലാം ഐക്യമായി, ഒരു പ്രശ്നമില്ല. അല്ലാതെ വേറെ എന്താ ഐക്യം? ഇന്നെ കുറെ ചോദിച്ചു 40 കോടി എന്താക്കുന്ന, 20 കോടി ഓതിയാക്കുന്ന. ഞാനും ആ പള്ളിക്ക് വേണ്ടിയിട്ട് 75,000 രൂപ പിരിച്ചിട്ട് ഞാനും ഇവിടുത്തെ കിന്നത്തെ ഒരു സഖാഫി, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഞങ്ങൾ ഒന്നിച്ച് പിരിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസയിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ജനങ്ങളോട് എങ്ങനെ പറയും ആ പള്ളി? ഇൻഷാ അല്ലാഹ് ആവട്ടെ, അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. ഞങ്ങളെങ്കിലും ദുആ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സമസ്തന്റെ പണ്ഡിതന്മാർ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നീയത്തും അതുപോലെ തന്നെ പ്രസിദ്ധരായ പണ്ഡിതന്മാർ ശംസുൽ ഉലമയെ പോലെ ദീർഘദൃഷ്ടിയുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരിവിടെ പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായത് ഇൽമിന്റെ സമുദ്രമാണ്, ഇൽമിന്റെ ബഹറാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ രാഷ്ട്രപതിയായിട്ട് പ്രവർത്തിക്കുന്ന പ്രണബ് മുഖർജി, അദ്ദേഹം 8 പ്രാവശ്യം MP സീറ്റിൽ മത്സരിച്ച മുർഷിദാബാദ്, പശ്ചിമ ബംഗാൾ, അവിടേക്ക് നമ്മുടെ ഒരു ദഅവാ പ്രവർത്തകരുടെ കുട്ടികൾ പോയിട്ട് നോക്കുമ്പോൾ അവിടെ മുസ്ലിമുകൾ ധാരാളമുള്ള പ്രദേശമാണ്. അവിടെ പോയിട്ട് നോക്കുമ്പോൾ